Lord, you're holy, Lord. ഇൻക്വിസിഷൻ അഥവാ മതദ്രോഹ വിചാരണ കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്വിസിഷൻ അഥവാ മതദ്രോഹ വിചാരണ കോടതി ഇന്ന് നിലവിലില്ല. എങ്കിലും അതെന്താണെന്ന് പറയാം. ഒരു പ്രത്യേക പാരമ്പര്യ സഭ ആ സഭയുടെ ഉപദേശങ്ങൾക്ക് പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒന്നാണ് ഇൻക്വിസിഷൻ അഥവാ മതദ്രോഹ വിചാരണ കോടതി. 1232 പോപ്പ് ഗ്രിഗറി 9 സഭാവിരുദ്ധ ഉപദേശങ്ങൾക്കെതിരെ ശിക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു എക്ലിസിയാസ്റ്റിക്കൽ ട്രിബ്യൂണൽ, ഒരു മതവിചാരണ കോടതിയാണ് ഇൻക്വിസിഷൻ. വടക്കൻ ഇറ്റലിയിലും തെക്കേ ഫ്രാൻസിലും സ്പെയിനിലും വളരെ സജീവമായിരുന്നു ഈ ഇൻക്വിസിഷൻ. ഒരു പ്രത്യേക പാരമ്പര്യ സഭയിലെ മതനേതാക്കൾ തന്നെയാണ് ഈ മതദ്രോഹ വിചാരണ കോടതി മുഖാന്തരം അനേകരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തത്. ഈ ഇൻക്വിസിഷൻ, അതിലെ പീഡനങ്ങൾ വളരെ കുപ്രസിദ്ധമായിരുന്നു. വളരെ ഭീകരമായ പീഡനങ്ങൾ, വളരെ ക്രൂരമായ പീഡനങ്ങൾ ഇതിൽ നടത്താറുണ്ടായിരുന്നു. ഏകദേശം 700 വർഷങ്ങൾ ഈ ഇൻക്വിസിഷൻ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു. ഇൻക്വിസിഷൻ്റെ ആരംഭം AD 1031 അത് അവസാനിക്കുന്നത് AD 1826 ഒരുപാട് ആളുകളെ തടവിൽ പീഡിപ്പിക്കുകയും ചെയ്തു. ഈ മതദ്രോഹ വിചാരണ കോടതി മുഖാന്തരം ശിക്ഷയ്ക്ക് വിധേയമായ പലരും ചെയ്ത തെറ്റ്, ആ പാരമ്പര്യ സഭയുടെ പ്രബോധനങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പീഡനങ്ങൾക്ക് അവർ ഇരയായത്. ഇൻക്വിസിഷൻ ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ നിലവിലിരുന്ന കാലത്തും ദൈവവചനത്തോട് വിശ്വസ്തരായ ധാരാളം വിശ്വസ്തരുണ്ടായിരുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളോട് അടിയറ പറയില്ല, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടോട്ടെ. അങ്ങനെ വചനത്തോട് വിശ്വസ്തത പാലിച്ച അനേകർക്കും ഈ ഇൻക്വിസിഷൻ വഴിയായി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. AD 1200 AD 1808 ഇടയിൽ ഇൻക്വിസിഷൻ മുഖേന പോപ്പുമാർ 39,912 പേരെ ജീവനോടെ ദഹിപ്പിച്ചതായും 3 ലക്ഷം പേരെ തടവിനുള്ളിൽ പീഡിപ്പിച്ചതായും ചരിത്രകാരനായ ലൊറേൻഡ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി, ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഭീകരന്മാരായ സഭാ നേതാക്കളുടെ അതിക്രൂരമായ പീഡനം വഴിയായി രക്തസാക്ഷിത്വ മരണം സ്വീകരിച്ച ഇവർക്ക് കർത്താവ് തന്നെ വലിയ പ്രതിഫലം നൽകും. 1808 നെപ്പോളിയൻ ചക്രവർത്തി സ്പെയിൻ കീഴടക്കിയപ്പോൾ ഇൻക്വിസിഷൻ നിർത്താനായി കൽപ്പനയിറക്കി. 1814 ഫെർഡിനൻഡ് ഏഴാമൻ ഇൻക്വിസിഷൻ വീണ്ടും നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ് അതിനെ എതിർത്തു. പിന്നീട് ഇൻക്വിസിഷൻ ഇല്ലാതായി മാറി. മധ്യകാലഘട്ടത്തിലെ പാരമ്പര്യ സഭയ്ക്ക് മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല അധികാരമുണ്ടായിരുന്നത്. സഭാധികാരികൾക്ക് രാഷ്ട്രീയ അധികാരവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ അധികാരികൾക്ക് കീഴ്പ്പെടാത്ത ആരെയും കൊല്ലുവാനോ തടവിലിടാനോ പീഡിപ്പിക്കാനോ പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ഈ കാലഘട്ടത്ത് പോലും ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തരായ കുറച്ച് ക്രിസ്ത്യാനികൾ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അവരായിരുന്നു അന്ന് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മണവാട്ടിയായ സഭ.
ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിന് എതിരായ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ജപങ്ങൾക്കും കൂദാശകൾക്കും ബൈബിളിന് വിരുദ്ധമായ ഉപദേശങ്ങളെ, പ്രാർത്ഥനകളെ, പാരമ്പര്യങ്ങളെ അവർ അംഗീകരിക്കാത്തതുകൊണ്ട് സ്വന്തം ജീവൻ പോലും ഇൻക്വിസിഷൻ വഴിയായി അവർക്ക് നഷ്ടപ്പെട്ടു. മരണപര്യന്തം അവർ കർത്താവിനോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്തരായിരുന്നു. ഈ ലോകം അവർക്ക് വിശുദ്ധ പദവി കൊടുത്തിട്ടില്ല എങ്കിലും ദൈവം അവരെ വിശുദ്ധരായി അംഗീകരിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ 2000 ആണ്ടിൽ പോപ്പ് ജോൺ പോൾ തൻ്റെ സഭ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ പല ക്രൂരതകൾക്കും ലോകത്തോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഇൻക്വിസിഷൻ മുഖാന്തരം നടത്തിയ ക്രൂരതകൾക്കും അദ്ദേഹം മാപ്പ് ചോദിച്ചു. ചില പാരമ്പര്യ സഭകളിൽ നിലനിൽക്കുന്ന വചനവിരുദ്ധങ്ങളായ പല ഉപദേശങ്ങളും ചടങ്ങുകളും അതെല്ലാം ഉണ്ടായത് ഇൻക്വിസിഷൻ നിലനിന്ന കാലഘട്ടത്തിലാണ്. ചില പാരമ്പര്യ ഉപദേശങ്ങളൊക്കെ മാറ്റിയെങ്കിലും ഇപ്പോഴും ചിലതെല്ലാം ചിലയിടങ്ങളിൽ തുടർന്ന് പോരുന്നുണ്ട്. ഇന്ന് നമുക്ക് ദൈവ വചന സത്യങ്ങൾ തുറന്നു പറയുവാൻ ദൈവം തന്നെ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവ വചന സത്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം മധ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ശരിയാണ്. മധ്യകാലഘട്ടത്തിൽ ഒരു പ്രത്യേക പാരമ്പര്യ സഭ ഇൻക്വിസിഷൻ സ്ഥാപിച്ചു. ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ പറയുവാൻ അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാൻ ശ്രമിച്ച പലർക്കും ഇൻക്വിസിഷൻ മുഖാന്തരം ജീവൻ നഷ്ടപ്പെട്ടു. മാത്രമല്ല 13-ാം നൂറ്റാണ്ടിൽ ബൈബിൾ വായിക്കുന്നത് പോലും ഒരു പ്രത്യേക സഭാസംഘടന നിരോധിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇന്ന് നാം ബൈബിൾ വായിക്കരുത് എന്ന് പറയുവാനായി ഒരു സഭാസംഘടനയ്ക്കും അധികാരമില്ല. പക്ഷേ 13-ാം നൂറ്റാണ്ടിലെ അവസ്ഥ അതല്ല. ഒരു പ്രത്യേക പാരമ്പര്യ സഭ അതിൻ്റെ അധികാരം ഉപയോഗിച്ച് തങ്ങളുടെ കീഴിലുള്ള വിശ്വാസികൾ ബൈബിൾ വായിക്കരുത് എന്ന് വിലക്ക് കൽപ്പിച്ചു. ആ വിലക്കിനെ മറികടന്ന് ആരെങ്കിലും ബൈബിൾ വായിക്കുകയോ അതിലെ സത്യങ്ങൾ പ്രസംഗിക്കുകയോ ചെയ്താൽ പീഡനം അവർക്ക് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, നാം എത്രയോ ഭാഗ്യശാലികളാണ്. ഇന്ന് ഒരു ക്രിസ്തീയ സഭാ നേതാവും ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഇൻക്വിസിഷൻ വഴിയായി നമ്മളെ പീഡിപ്പിക്കാനായി ഇരിക്കുന്നില്ല. ഇന്ന് ധാരാളം ക്രിസ്തീയ സഭകളുണ്ടെങ്കിലും അവരുടെ വിശ്വാസികളെ ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ പറഞ്ഞതിനാൽ പീഡിപ്പിച്ചു കൊല്ലാനായി ഇന്ന് ഒരു ക്രിസ്തീയ സഭയുടെ കയ്യിലും ഇൻക്വിസിഷൻ മതദ്രോഹ വിചാരണ കോടതി ഇല്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇന്ന് നമ്മൾ ഈ ദൈവവചന സത്യങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാലത്ത് ഈ ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ ഒന്ന് തുറന്നു പറയുവാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ ജീവൻ നഷ്ടപ്പെട്ട അനേകരുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടും ഇന്ന് ഒരു സഭാ നേതാവും ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കാൻ തീരുമാനിച്ചാൽ നമ്മെ കൊല്ലുകയില്ല. ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ കേവലം ഈ ലോകത്തെ കെട്ടിപ്പിടിച്ച് ലോകത്തോട് അനുരൂപരായി ദൈവവചന സത്യങ്ങൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് നാം എങ്കിൽ നാം എത്രയോ അരിഷ്ടന്മാരാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കണം. വചനം അനുസരിക്കാൻ വേണ്ടി ഈ സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കണം. ഞാൻ ആരാധനയ്ക്ക് പോകുന്ന സഭയിൽ മാനസാന്തരപ്പെടാത്ത ഒരു ദുർനടപ്പുകാരനുണ്ടെങ്കിൽ അയാളെ എന്തു ചെയ്യണം? ഒരു സഭ എന്നുള്ളത് വാസ്തവത്തിൽ ഒരാശുപത്രിയാണ്. സഭയിലേക്ക് വരുന്ന വിശ്വാസികൾ തുടക്കത്തിൽ സമ്പൂർണരല്ല. അവർക്ക് ചില അപാകതകൾ, ചില വീഴ്ചകൾ, പാപങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവസഭയിൽ
അവർ കേൾക്കുന്ന യഥാർത്ഥ വചനപ്രബോധനം അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ദുർനടപ്പുകാരനുണ്ടെങ്കിൽ അയാൾ മാനസാന്തരപ്പെടണം. വ്യഭിചാരിയോ മദ്യപാനിയോ ഉണ്ടെങ്കിൽ അവർ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടണം. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ഒട്ടും മാനസാന്തരപ്പെടാതെ പാപജീവിതം തുടരുന്നവർക്ക് സഭയിൽ അംഗത്വം കൊടുക്കാമോ? ഇക്കാര്യത്തെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. 1 കൊറിന്തോസ് 5-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. ഞാൻ ആരാധിക്കുവാൻ പോകുന്ന സഭയിൽ മദ്യപാനിയോ വിഗ്രഹാരാധിയോ ഉണ്ടെങ്കിൽ ആ മനുഷ്യനുമായി എനിക്ക് സംസർഗം ചെയ്യാമോ? ഈ ചോദ്യത്തിനും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായ ഉത്തരമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സഭയിൽ വരുന്നവർ ആരും പൂർണ്ണരല്ല. പലവിധ പാപങ്ങളും അവർക്കുണ്ടായിരിക്കാം. പക്ഷേ ദൈവസഭയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ മദ്യപാനിയായി തുടരുന്നു. സ്വരൂപവണങ്ങിയായി തുടരുന്നു. ദുർനടപ്പുകാരനായി തുടരുന്നു. മദ്യപാനിയായി തന്നെ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരക്കാരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? 1 കൊറിന്തോസ് 5-ാം അധ്യായം 9 മുതൽ വായിക്കുന്നു. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്നു തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്നു കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. ഇന്ന് പല സഭകളിലും മരണം വരെ മദ്യപിക്കുന്നവരുണ്ടല്ലോ. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭകൾ വിശുദ്ധിക്കും വേർപാടിനും വളരെ സ്ഥാനം കൊടുത്തവരായിരുന്നു. കാരണം വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നും ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണ് എന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പല സഭാ സംഘടനകളിലും ധാരാളം മദ്യപാനികളുണ്ട്. വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ മരണം വരെ മദ്യപാനികളായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരിച്ചു പോകുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ പേര് അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ രജിസ്റ്ററിൽ കണ്ടേക്കാം. എന്നാൽ മാനസാന്തരപ്പെടാത്ത ഒരു മദ്യപാനിയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ മാനസാന്തരപ്പെടാത്ത ഒരു മദ്യപൻ മരിച്ചാലും സഭാ നേതാക്കൾ വന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം വളരെ ആഘോഷപൂർവം സംസ്കരിച്ചു എന്ന് വരാം. എന്തു ഫലം? വെളിപ്പാട് 20:15 നമ്മോട് പറയുന്നത് ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇന്ന് പല സഭകളിലെയും ശുശ്രൂഷകന്മാർ അവരുടെ കീഴിലുള്ള മദ്യപിക്കുന്ന ക്രിസ്ത്യാനികളോട് ഈ സത്യം തുറന്നു പറയുന്നില്ല. നിങ്ങൾ ഈ രീതിയിൽ
മദ്യപാനികളായി തന്നെ മരിച്ചുപോയാൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുകയില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ആളുകൾ അകത്താക്കുന്ന ദിവസം ക്രിസ്തുമസാണ്. ഇതൊക്കെ പലർക്കും അറിയാമെങ്കിലും സ്ഥിരമായി മദ്യപിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. തങ്ങൾക്ക് വരാനിരിക്കുന്ന നിത്യമായ അപകടത്തെക്കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ലാതെ എല്ലാ സൺഡേയിലും വർഷിപ്പിന് പോകുന്നു. അതിനുശേഷം പതിവ് പോലെ മദ്യപിക്കുകയും ചെയ്യുന്നു. സഭാപ്രസംഗകൻ 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പരിസമാപ്തി ഇതാണ്, എല്ലാം കേട്ടുകഴിഞ്ഞതു തന്നെ. ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. പുതിയ നിയമത്തിൽ നിന്നും വായിക്കുന്നു, 2 കൊരിന്തോസ് 5:10. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ഞാൻ ആരാധിക്കുവാൻ പോകുന്ന സഭയിലുള്ള 2 വിശ്വാസികൾ തമ്മിൽ ഒരു കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ടായാൽ അവർ കോടതിയിൽ പോകണമോ? നാം ആരാധിക്കാൻ പോകുന്ന സഭയിലെ 2 വിശ്വാസികൾ തമ്മിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടായാൽ, ഒരുപക്ഷെ വസ്തു തർക്കമായിരിക്കാം, പണസംബന്ധമായ വിഷയത്തിലുള്ള തർക്കമായിരിക്കാം. ഏത് രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായാലും ആ 2 സഹോദരന്മാർ ഈ ലോകത്തിലെ കോടതികളിൽ പരാതി ബോധിപ്പിക്കാൻ ചെല്ലരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 5 മുതൽ വായിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു, അതും വിജാതീയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ? ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരായി എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ ദ്രോഹം ക്ഷമിക്കണം, വഞ്ചന സഹിക്കണം. ചിലപ്പോൾ വസ്തു നഷ്ടപ്പെടുത്തിയെന്ന് വരാം, അപമാനിച്ചു എന്ന് വരാം. നാം ക്ഷമിക്കണം. അങ്ങനെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ തനിക്ക് ചെയ്ത ദ്രോഹം അല്ലെങ്കിൽ നഷ്ടം സഹിക്കാൻ തയ്യാറായാൽ ആ ദ്രോഹിച്ച സഹോദരന് മാനസാന്തരപ്പെടാൻ അത് നല്ല അവസരമാണ്. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. എന്നാൽ ഇവിടെ ശത്രുവിൻ്റെ കാര്യമല്ല, സഭയിലെ ഒരു സഹോദരൻ്റെ കാര്യമാണ്. ആ സഹോദരൻ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. സഹോദരനോട് ക്ഷമിക്കുവാൻ പറ്റാത്തവന് എങ്ങനെ ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയും? ക്ഷമിക്കാൻ മനസ്സില്ലാതെ, ദ്രോഹം സഹിക്കാൻ മനസ്സില്ലാതെ, നഷ്ടം സഹിക്കാൻ മനസ്സില്ലാതെ ഈ ലോകത്തിൻ്റെ കോടതികളിലേക്ക് സഹോദരനായ വിശ്വാസിക്കെതിരെ പരാതിയും നിയമ നടപടിക്കുമായി മുന്നോട്ടു പോകരുത്. ഞങ്ങൾ അഭിഷിക്തരാണ്, ഞങ്ങൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാപം കിട്ടും എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ഒരു ശാപവും നമുക്ക് ഏൽക്കുകയില്ല. പൗലോസ് യഥാർത്ഥ അഭിഷിക്തനായിരുന്നു. പൗലോസിനെ എത്രയോ പേർ കല്ലെറിഞ്ഞു, പൗലോസിനെ പരിഹസിച്ചു, പൗലോസിൻ്റെ പ്രസംഗങ്ങൾ ശത്രുക്കൾ നിഷേധിച്ചു, പൗലോസിനെ തടവിലിട്ടു.
എന്നാൽ പൗലോസ് അവരെ ശപിക്കുകയല്ല ചെയ്തത്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് മറ്റുള്ളവരെ ശപിക്കാനല്ല. ആരെങ്കിലും നമ്മെ ശപിച്ചാൽ നാം അവരെ അനുഗ്രഹിക്കണം. ബ്രദർ പറഞ്ഞല്ലോ, ഞാൻ അഭിഷിക്തനാണ്, ഞാൻ പറഞ്ഞതനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ശാപം കിട്ടും. യഥാർത്ഥ അഭിഷിക്തരൊന്നും മറ്റുള്ളവരെ ശപിക്കാനിരിക്കുന്നവരല്ല. അതാദ്യം മനസ്സിലാക്കുക. 1 പത്രോസ് 3:9 തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. 1 പത്രോസ് 3:9 ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അഭിഷിക്തൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി അഥവാ നമ്മെ ശപിക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അനുഗ്രഹിക്കണം. കാരണം ആരെങ്കിലും നമ്മെ ശപിച്ചാൽ നാം ആ വ്യക്തിയെ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. റോമാലേഖനം 12:14 നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. സാദൃശ്യവാക്യങ്ങൾ 26:2 കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ചില ബൈബിൾ കോളേജുകളിൽ നിന്നും സെമിനാറുകളിൽ നിന്നും പഠിച്ച് പുറത്ത് ഇറങ്ങുന്നവരുടെ പ്രസംഗങ്ങൾ നമുക്ക് അതേപടി വിശ്വസിക്കാമോ? ചില ബൈബിൾ കോളേജുകളിലും സെമിനാരികളിലും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയാത്ത പലരും ബൈബിൾ കോളേജുകളിൽ പോയി ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പഠിക്കുവാനും അതിനുശേഷം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ ബൈബിൾ കോളേജ് പലർക്കും സഹായമായിട്ടുണ്ട്. എന്നാൽ എല്ലാ ബൈബിൾ കോളേജുകളിലും എല്ലാ സെമിനാരികളിലും ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ ഉള്ളതുപോലെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ചില ബൈബിൾ കോളേജുകളും ചില സെമിനാരികളും നിലകൊള്ളുന്നത് ഓരോ സഭയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ലോകത്തിൽ ധാരാളം സഭകളുണ്ട്. ആ സഭകളുടെ ശുശ്രൂഷകന്മാരാകുവാൻ ആ സഭകൾക്ക് കീഴെ ബൈബിൾ കോളേജുകളും സെമിനാരികളും ഉണ്ട്. ഇത്തരത്തിലുള്ള ബൈബിൾ കോളേജിൻ്റെയും സെമിനാരികളുടെയും മുഖ്യ ലക്ഷ്യം ആ സഭയിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതെല്ലാം സ്വയം വിശ്വസിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുവാൻ അവിടുത്തെ സ്റ്റുഡൻസിനെ പ്രാപ്തരാക്കുക. അതിനുവേണ്ടിയാണ് ചില സഭാ സംഘടനകളിലെ ബൈബിൾ കോളേജുകളും സെമിനാരികളും നിലകൊള്ളുന്നത്. ഇങ്ങനെയുള്ള ചില ബൈബിൾ കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തു വന്ന് ചിലർ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് ഒട്ടും നീതി പുലർത്താതെ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി അതിലെ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും ന്യായീകരിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഇന്ന് പല ബൈബിൾ കോളേജുകൾക്കും സെമിനാരികൾക്കും പ്രത്യേക ലക്ഷ്യമുണ്ട്. ഏത് ചർച്ചിൻ്റെ കീഴിലാണോ ഒരു പ്രത്യേക സെമിനാരി, പ്രത്യേക ബൈബിൾ കോളേജ് ഉള്ളത് എങ്കിൽ ആ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പല ബൈബിൾ കോളേജുകളും സെമിനാരികളും നിലകൊള്ളുന്നത് തന്നെ. പലർക്കും ഇത്തരത്തിലുള്ള ബൈബിൾ കോളേജുകളിലോ സെമിനാരികളിലോ പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ പഠിക്കുവാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പലരും ഇങ്ങനെയുള്ള പല കോളേജുകളിലും ചേർന്ന്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, പുറത്തിറങ്ങി വരുമ്പോൾ അവർ പലപ്പോഴും പ്രസംഗിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പല ആശയങ്ങളുമാണ്. അതിന് കാരണം ബാല്യപ്രായത്തിൽ തന്നെ
ഒരു പ്രത്യേക സെമിനാരിയിൽ നിന്ന് അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ നിന്ന് അനേക വർഷങ്ങളോളം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും ന്യായീകരിക്കുന്ന പഠനമാണ് ഒരുവന് കിട്ടുന്നതെങ്കിൽ, ദീർഘവർഷങ്ങളോളം ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ കാണാത്ത ആചാരങ്ങളെ ന്യായീകരിക്കുന്ന പഠനമാണ് ഒരുവന് കിട്ടുന്നതെങ്കിൽ, അത് അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയും. അതുകൊണ്ട് പിന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ അവർ സെമിനാരിയിൽ വെച്ച് കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ വെച്ച് കേട്ട കാര്യങ്ങൾ അതാണ് പിന്നെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, പല സഭകളുണ്ട്. പല സഭകൾക്കും അവരുടേതായ വചന പഠന സ്ഥാപനങ്ങളുണ്ട്. ഒരു സഭ ശിശുസ്നാനത്തിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ ആ സഭയുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ ചേരുന്ന ഒരു വിദ്യാർത്ഥി ദീർഘവർഷങ്ങളോളം ശിശുസ്നാനമാണ് ശരി എന്നുള്ള പഠനം ആഴത്തിൽ അവൻ്റെ മനസ്സിൽ പതിയും. പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ശിശുസ്നാനത്തെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങൾ മാത്രമേ അദ്ദേഹം പ്രസംഗിക്കുകയുള്ളൂ. ഇതുപോലെ ഒരുവൻ ഒരു വേദപഠന സ്ഥാപനത്തിൽ ചേർന്ന് അവിടെ നിന്ന് അവന് സ്വരൂപത്തെ വണങ്ങുന്നത് ശരിയാണ്, അങ്ങനെയുള്ള പഠനമാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വിശ്വാസികളൊക്കെ സ്വരൂപത്തെ വണങ്ങണം, ആ രീതിയിലുള്ള പ്രസംഗമായിരിക്കും പ്രസംഗിക്കുക. ഇതുപോലെ തന്നെ ഒരുവൻ ഒരു വേദപഠനശാലയിൽ ചേർന്ന് അവിടെ നിന്ന് കിട്ടുന്ന പ്രബോധനം ഇനി പൗരോഹിത്യമുണ്ട്, പാപപരിഹാര ബലിയുണ്ട്, ഇന്ന ആചാരങ്ങളൊക്കെ ഉണ്ട്, അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പഠനങ്ങളാണ് ആ വ്യക്തിക്ക് കിട്ടുന്നതെങ്കിൽ, ദീർഘവർഷങ്ങളോളം അത്തരത്തിലുള്ള പഠനത്തിന് വിധേയമായി പുറത്തിറങ്ങുന്ന വ്യക്തി താൻ കേട്ട കാര്യങ്ങൾ തന്നെയാണ് വിശ്വാസികളെ പഠിപ്പിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാതെ ഉള്ളതുപോലെ പഠിപ്പിക്കുന്ന പല ബൈബിൾ കോളേജുകളുമുണ്ട്. അത് ഒരു സത്യമാണ്. എന്നാൽ ഇന്ന് ചില പ്രത്യേക വേദപഠനശാലകളുടെയും ലക്ഷ്യം ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ ഉള്ളതുപോലെ വിശ്വാസികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു വേദപാഠശാല ഏത് സഭയുടെ കീഴിലാണോ നിലകൊള്ളുന്നത് ആ സഭയിലെ ആചാരങ്ങൾ പ്രചരിപ്പിക്കുവാൻ സമർത്ഥരായ ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പല വേദപാഠശാലകളുടെയും ലക്ഷ്യം. ഇത് നാം ആദ്യം മനസ്സിലാക്കണം. പലരും ഇന്ന് ഇത്തരത്തിലുള്ള പല വേദപാഠശാലകളിലും പോയി ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, ചടങ്ങുകൾ അനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലെത്താറുണ്ട്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവർ അവിടെ വെച്ച് കേട്ട കാര്യങ്ങളാണ് അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആചാരങ്ങളോടുള്ള ഭക്തി, എന്തുകൊണ്ടാണ് ഈ പ്രീച്ചർ ബൈബിളിൽ കാണാത്ത ഈ ആചാരത്തോടുള്ള ഭക്തി വളർത്തുവാൻ പരിശ്രമിക്കുന്നത്? നാം മനസ്സിലാക്കണം, അദ്ദേഹം പഠിച്ച വേദപാഠശാലയിൽ അദ്ദേഹത്തിന് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ബൈബിൾ കോളേജിലോ സെമിനാരിയിലോ പോകാതെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാമോ? എല്ലാവർക്കും ബൈബിൾ കോളേജിൽ പോകാൻ അവസരം കിട്ടിയെന്ന് വരികയില്ല. ബൈബിൾ കോളേജിൻ്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളും നാം നേരത്തെ കേട്ടുകഴിഞ്ഞു. ബൈബിൾ കോളേജിൽ പോകാതെയും നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എൻ്റെ നുകം സ്വീകരിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ. Lord.